മാന്യ സദസ്സിന് വന്ദനം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയൂ? നമ്മൾ ഇന്ന് കുറച്ച് റീൽസ് റിയാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം റീൽസ്. ചിരിക്കാം, ചിരിച്ചു മരിക്കാം എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം കുറെ പേര് എന്നോട് പറഞ്ഞു ആർട്ട് ബ്രോ ഒമേകൾ മാത്രം വേണ്ട, വേറെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യ്, റിയാക്ഷൻസ് കണ്ടന്റ് ചെയ്യ്, അതുപോലെ ചെയ്യ്, അവരെ പോലെ ചെയ്യ്, ഇവരെ പോലെ ചെയ്യ്. നമുക്ക് നമ്മളെ പോലെ ചെയ്യാം. എന്തിനാ നമ്മൾ അവരെ പോലെ ചെയ്യുന്നേ? സോ നമ്മൾ ഇന്ന് കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ആണ്. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതും പറഞ്ഞ് താഴത്തെ കമന്റിൽ ഹേറ്റ് കമന്റ് ഇടാൻ വരുന്ന ഒന്നേ പറയാനുള്ളൂ. ഓക്കെ, സോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ കഴിയും. അപ്പൊ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക, മണി ബട്ടണിൽ അങ്ങ് ആഞ്ഞടിക്കുക, മണ്ണിക്കിടന്ന് ഇങ്ങനെ ആറട്ടെ അങ്ങോട്ട്. ഓക്കെ, തുടങ്ങിയാലോ വീഡിയോയിലോട്ട്. അധ്യായം 1 നമുക്ക് കടക്കാം. പോലീസ്. ഫസ്റ്റ് തന്നെ പോലീസ് തുടങ്ങാം. കുറച്ച് മാസ് വേണ്ടേ? ബാ. മറ്റവരെ കണ്ട ആ കുളത്തുനിന്ന് ഇങ്ങനെ കേറി വരുവാണ്. സാറേ ഞാൻ കേറി. അടുത്ത ഒരുത്ത 1 സെന്റ് സ്ഥലമൊക്കെ അങ്ങ് വാങ്ങിയിട്ട് ഓടുന്ന അതാ. നമ്പർ പ്ലേറ്റ്. ഇവനാണ് പ്രശ്നക്കാരൻ. ഇവനാണ് ഈ പിള്ളേരിനെ അവിടെ കുളിക്കാൻ കൊണ്ടുപോയത്. മനസ്സിലായ? എന്തൊക്കെ കാണണം. ചുമ്മാ പോയി വെള്ളത്തിൽ കളിക്കുന്നത്. അതെന്തോ ആ ഒരു കുളം അങ്ങാണ്ട് കുളിക്കാൻ പറ്റാത്തൊരു കുളം. ആ കുളത്ത് ഒരു പിള്ളേർ കുളിച്ചതാ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഒരു കാര്യം. ആ മറ്റേ കുളത്തുനിന്ന് നേരെ പോലീസിന്റെ തെങ്ങത്തോട്ട് കയറിയവനെയും പിന്നെ പോലീസ് പിടിക്കാതെ ചാടി ആ മറ്റേ 1 സെന്റ് സ്ഥലം വാങ്ങിയവന്. നമുക്ക് അടുത്ത വീഡിയോയിൽ കിടക്കാം. വാ. അടുത്തതായി വന്നിരിക്കുന്നത് റീലുകളുടെ രാജാവായ സാക്ഷാൽ നോർത്ത് ഇന്ത്യൻസ് സാസുകിമാല. തുറക്ക ബാ. ചാവടാ നീ പോയിട്ട് ചാവ്. അവന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് ബ്രോ. നീ ഇപ്പൊ നിൽക്കുന്ന അവിടെ നീ അങ്ങ് ഒളിച്ചോടുക. പുതിയൊരു സ്ഥലത്തോട്ട് പോവാ. പുതിയ പേര്, പുതിയ മുഖം, പുതിയ പാന്റ്, പുതിയ ഷർട്ട്. പക്ഷെ എന്നൊക്കെ പറഞ്ഞ മോശം. എടാ വേറെ വല്ല പണിക്ക് വെക്കൂടെ? എടാ ഇവ ഞാനൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സത്തുവിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ആയപ്പോ അയ്യോ വരാതം. നമുക്ക് ഏതായാലും നേരെ അടുത്ത വീഡിയോയിലോട്ട് കിടക്കാം സുഹൃത്തുക്കളെ. വാ. അടുത്തതായി വേദിയിൽ വന്നിരിക്കുന്ന ഒരു ബ്രേക്കപ്പ് മാത്രം വാങ്ങിക്കൂട്ടുന്ന ഒരു പുള്ളിക്കാരനാണ്. എക്സ് ഐ ലൈക്ക് യുവർ ഹെയർ. ഓ, എക്സ് തിരിച്ചു വന്നിരിക്കുകയാണ്. വീഡിയോ കാണാം. കൊച്ചിറക്കടാ. എടാ നിന്റെ അമ്മ നിന്നോട് മുടി വെട്ടാൻ പറഞ്ഞിട്ട് നീ മുടി മൊട്ടയടിച്ചിട്ട് വന്ന്, എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരന്മാരെടുത്ത് ആളാവാനായിട്ട് നീ പറഞ്ഞു നിന്റെ എക്സ് നിന്നോട് കൊണച്ച് നിന്റെ ഹെയർ കള്ള. അപ്പൊ നീ അങ്ങ് നിന്റെ മുടി അങ്ങ് വെട്ടി. അതാണ് നീ റീൽസിൽ പറയുന്നത്. അങ്ങനെയാണ് നിന്റെ എക്സ് വന്നിട്ട് പറഞ്ഞു ഐ ലൈക്ക് യുവർ എന്ന് പറഞ്ഞ നീ അതങ്ങ് കളയോടാ കുട്ടാ. നീ ഞോ വേ അമ്മ പറഞ്ഞ് മുടി വെട്ടി. അടുത്ത വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോ നമ്മുടെ ജപ്പാനിലെ ആൾക്കാരെന്ന് തോന്നുന്നു. ജപ്പാൻ അല്ല, ഒരു മുട്ട വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ലെറ്റ്സ് ഗോ. അതെന്ത് സാധനം?
ഓ മൈ ഗോഡ് ഗൈസ് വെയിറ്റ് അതാണ് ഈ മേഡ് ഇൻ ചൈന ഒന്നും ശരിയല്ല, മനസ്സിലായ? അതാണ് മേഡ് ഇൻ ചൈന. അടുത്ത വീഡിയോ കിടക്കാം. അങ്ങനെ വേദിയിലോട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒരു അപ്പാപ്പനാണ്. നമുക്ക് നോക്കാം അപ്പാപ്പൻ എന്താ ചെയ്യുന്നതെന്ന്. എടാ നമുക്കും അറിയാം ഇങ്ങനെ കുറച്ച് വിദ്യകളൊക്കെ. നമ്മളും പണ്ടൊരു മാജിക് മാൻ ആയിരുന്നു. അല്ല വിട്ടെ, ഒരുപാട് ഓവർ ആക്ട് ചെയ്തതിനെ ശരിയാവത്തില്ല. അടുത്ത വീഡിയോട്ട് കിടക്കാം. അടുത്തെന്ന് പറയുമ്പോ ഒരു ആബ്സല്യൂട്ട് ട്രെയിനവരാതം വന്ന്. സോ ഏതായാലും നമുക്ക് ആ ഒരു ട്രെയിനവരാതം നമുക്ക് കാണാം. ട്രെയിനവരാതം, ലെറ്റ്സ് ഗോ ബേബി ഗേൾസ് ആൻഡ് ബോയ്സ്. രണ്ടുപേര് തല്ലുകൂടുമ്പോ മെയിൻ ആവാൻ വേണ്ടിട്ട് അവൻ മേലെന്ന് പിടിച്ച് വലിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒക്കെ ആവും. മൂഞ്ചിയില്ലേ? ഞാൻ എന്താ പറഞ്ഞ മൂഞ്ചി? അവൻ മൂഞ്ചി ആവശ്യമില്ലാതെയാന്ന്. വെയിറ്റ് ആക്ക നാണം ഉണ്ടോടാ അടി എരന്ന് വാങ്ങാൻ? ആ പെണ്ണിന്റെ നമ്മ എരന്ന് അടി വാങ്ങി അങ്ങ് ബോസ് അടി. അതൊക്കെയാണ് അപ്പുറത്ത് കണ്ട ഒരുത്തൻ. ഒരു മറ്റേ എന്താ സാധനത്തിന്റെ പേര്, അന്റാർട്ടിക്കയിലെ തിരമാല പോലെ ഒരു മുടിയും വെച്ചിരിക്കുന്ന അപ്പുറത്തുള്ളവൻ. ഈ ഫൈസ ഡൂ നത്തിങ് അങ്ങനെ വേണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇടങ്കോലിടാൻ പോകുമ്പോ മേലെ ഇരുത്തൊരുത്തൻ ചിരിക്കുന്നതാ. ദാറ്റ്സ് ഓൾ. അങ്ങനെയൊക്കെ ഇരുന്നാ മതിയായിരുന്നു ഇവനും. അവ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയേ. പുള്ളിക്കാരന് പറ്റത്തില്ല എന്ന് മനസ്സിലായപ്പോ അങ്ങ് തള്ളി അങ്ങ് കിട്ടി. ഓക്കെ, അങ്ങനെ കളി അവസാനിച്ചിരിക്കുകയാണ്. അവളങ്ങ് നിര്യാതിയായി. അവള് മരിച്ചു ഗൈസ്. അടുത്തതായി വേദിയിൽ വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊച്ചു പിള്ളേരാണ്. ഏതാ സാരം അത്? സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു റിയാക്ഷൻസ് വീഡിയോസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്? എനിക്ക് റിയാക്ഷൻ ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാതിരുന്നതിന് എന്തർത്ഥം? പിന്നെ ഞാൻ എന്ത് കണ്ടന്റ് ക്രിയേറ്റർ? സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി സപ്പോർട്ട്. നമ്മൾ 1,50,000 ആവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, 1,50,000 ആക്കി തരിക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഹേറ്റ് കമന്റ് ഒന്നും കൂടെ പറയാം. ഹേറ്റ് കമന്റ് ഇടാൻ വേണ്ടി വരുന്നവന്മാരുണ്ടാവും താഴെ. മാരുടെ അടുത്തൊക്കെ അത്രേ പറയാനുള്ളൂ, മനസ്സിലായ? അപ്പൊ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ് എല്ലാവരും. നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ കണ്ണിലുണ്ണിയായ നിങ്ങളുടെ ആർട്ടക്ക് പോവുകയാണ്. അപ്പോ ചാറ്റ് ബൈ സീ യു. നാളെ ലൈവ് വരും. നാളെ ലൈവിൽ എല്ലാവരും വരിക. ഡെയിലി ലൈവ് ഉണ്ട്. ഡെയിലി ലൈവ് കാണാൻ എല്ലാവരും വരിക. അപ്പോ